അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. നിനക്കെന്താടാ തൂറാ മുട്ടണാടാ അനുമോളുടെ അച്ഛൻ കാലിന് മീതെ കാലിട്ടോണ്ട്? എന്തുവാടാ നീ ഏതാടാ? നിനക്കെന്താടാ ബുദ്ധിമുട്ട്? അനുമോളുടെ അച്ഛനല്ലടാ കാലിന് മീതെ കാലിട്ടത്. എടീ ഇനിയിപ്പോ ഇവന്റെ പറച്ചിലായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ അച്ഛൻ കാലിന് മീതെ കാലിന് ഇട്ടു ഉടൻ അറസ്റ്റിൽ. ഈ സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദൈവം ഇനിയിപ്പോ കാലിന് മീതെ കാലിട്ടത് എന്തോ വലിയ കുറ്റകരമാണ്, അനുമോളുടെ അച്ഛനെ മിക്കവാറും അറസ്റ്റ് ചെയ്യും. ഇതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്തുവാടേ ഇത്? അനുമോളുടെ അച്ഛൻ കാലിന് മീതെ കാലിട്ട് എനിക്കിത് കണ്ടപ്പം തൂറാൻ മുട്ടിയെന്ന്. എന്നെ കണ്ട് വല്ലതും പറയിപ്പിക്കല്ലേ, കഴിവേറത്തന്നെ വിളിച്ചു പറയുന്നതാടാ. അനുമോളുടെ അച്ഛൻ കാലിന് മീതെ കാലിട്ടു, എനിക്കെന്തോ വല്ലായ്മ, എനിക്ക് വയറിളക്കാം, എനിക്ക് ഇന്ന് കിടന്ന് കുലുങ്ങണം വയറ്. ഏതവനാടാ നീയൊക്കെ? എന്തുവാടാ നീയൊക്കെ? നിന്റെ പ്രശ്നം എന്താ? അയ്യോ നീ വെറും ഷിറ്റായി പോയല്ലോടാ. എടാ നിന്റെ ഹെയർ സ്റ്റൈലും ആ താടിയും അതൊക്കെ കാണുമ്പോ അത്യാവശ്യം നല്ല ബോധം വിവരമുള്ളതെന്ന് തോന്നിപ്പോവും. അതെന്റെ തെറ്റ് എനിക്കറിയാം, മനസ്സിലായി. അതൊക്കെ കാണുമ്പോൾ നിനക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് പയ്യൻ എന്ന് തോന്നും. എന്നെയൊക്കെ കണ്ടാലറിയാം ഒരു ലോക്കലാണ്, പക്ഷെ നിന്നെയൊക്കെ കണ്ട ഒരു സ്റ്റാൻഡേർഡ് എന്ന് തോന്നൂടെ. പക്ഷെ നിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ എന്നെക്കാളും തൊട്ടിയായി പോയല്ലോടാ നീ. സാധാരണ ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ തൊട്ടിയെന്ന്, എന്നെക്കാളും തൊട്ടിയായിപ്പോയി നീ. അനുമോളുടെ അച്ഛൻ കാലിന് മീതെ കാലിട്ടു, എനിക്കാണെങ്കിൽ തൂറാ മുട്ടൻ 2 പ്രാവശ്യം. ഈ മൂഡ് ഏതവനാട് അതിയൊക്കെ? അയ്യേ അതിലെ ലോക്കൽ ആവല്ലെന്നായിരിക്കുമല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്റ്റാൻഡേർഡ് ആവാം. പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്തോ കാണിച്ചെന്ന് നീ ഒന്നുകൂടി പറ. നീ ഒന്നേന്ന് പറ. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്? അതെ, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. പിതൃമേധാവിത്വത്തിന്റെ അടയാളമല്ലാണ് അനുമോളുടെ അച്ഛൻ. ചിലപ്പോൾ കാലെടുത്ത് തലയിൽ വെക്കും, കഴുത്തിൽ വെക്കും, ചിലപ്പോൾ എടുത്ത് തോളത്തും വെക്കും. നിനക്കെന്താ? നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ പിടിച്ചിരുത്തിയിട്ട് കാലിന് മീതെ കാലെടുത്തിട്ട് ഇരിക്കാൻ പ്രശ്നം ചെയ്യുന്നില്ലേ? അതെന്താ പിതൃമേധാവിത്വം കാണിച്ചാൽ കുഴപ്പമുണ്ടാ? എടാ എൻ്റെ അപ്പനൊക്കെ വീട്ടിൽ കാലിന് മീതെ കാലുവിട്ടിരിക്കും. ഞാനും കാലിന് മീതെ കാലിട്ടിരിക്കാറുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ ഞാൻ കാലെടുത്ത് താഴെ വയ്ക്കും. ഓക്കെ, അമ്മ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും അത്രയും ഒരു ഇത് കാണിക്കത്തില്ല. കാരണം അമ്മയും നമ്മളായിട്ട് അത്രയും ക്ലോസ് ഫ്രണ്ട്സ് പോലെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് വരത്തില്ല. പക്ഷേ അച്ഛൻ നടന്നു പോകുന്ന അതുവഴി ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ടക്കനെ കാലിന് മീതെ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് തറ വയ്ക്കും. എൻ്റെ അപ്പൻ കാലിന് മീതെ കാല് വെച്ച് വീട്ടിയിരിക്കാറുണ്ട്. ഇവിടെ പിതൃമേധാവിത്വമൊന്നുമില്ല നീ പറഞ്ഞ സാധനമൊന്നും. എന്ത് തേങ്ങയാണ് നീ? ഏതവനാടാ? അനുമോളുടെ അച്ഛൻ കാലിന് മീതെ കാലിട്ട്. ഇതാണിപ്പം യൂണിവേഴ്സൽ ചർച്ച. കഷ്ടോടാ. അറസ്റ്റ് ചെയ്യണം നമുക്ക്. നീ പറഞ്ഞു വെച്ചൊക്കെ നമുക്ക് അറസ്റ്റ് ചെയ്യണം. അനുമോളുടെ അച്ഛനെ വെറുതെ വിടാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്യണം, ഉടനെ അറസ്റ്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ട്. ഇല്ലടാ, കാലെടുത്ത് തോളയിട്ട് തൂക്കിയിട്ടോണ്ടിടക്കാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാലെടുത്ത് കാലിന് മീതെ വെച്ചല്ലേ പ്രശ്നം. നമുക്ക് തോളയെടുത്ത് തൂക്കിയിട്ടോണ്ടിടക്കാം. കാട്ടുമുണ്ണേശ്വര ഫംഗ്ഷൻ നടക്കുമ്പോൾ സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. ഫംഗ്ഷൻ നടക്കുമ്പോൾ സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഫോട്ടോ എടുക്കുമോ? അതെന്ത് ഫോട്ടോ? എല്ലാവരും ഒരുമിച്ച് സാരി കൊടുത്തോണ്ടിരിക്കണോ? ഞാനിപ്പോൾ അച്ഛനും സാരി കൊടുക്കണമെന്നാണ് നീ പറഞ്ഞത്. നീ വല്ലത് അടിച്ചോണ്ടാടെ ഇരിക്കുന്നത്. എനിക്കറിയാൻ പാടില്ല. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഒരു ഡൗട്ട് അടിച്ചു കേട്ടെ, എന്തോ ഒരു പുകയുണ്ട് നിന്റെ സംസാരത്തിൽ. ലുക്ക് മാത്രമേ ഉള്ളൂ, മൊണ്ണയാണെന്ന് തോന്നുന്നു. അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്. പാട്രിയോട്ട് മറ്റേ സിനിമയല്ലേ മമ്മൂട്ടിയുടെ? അതല്ലേ പാട്രിയോട്ട്? അത് തന്നെ. അനുമോക്ക് അറിയത്തില്ല. അനുമോക്ക് അറിയായിരിക്കും പാട്രിയോട്ടൊക്കെ, സത്യമായിട്ട്. സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമാണ് ഇപ്പം. നിനക്ക് പിന്നെ അനുമോളെ കുറ്റം പറഞ്ഞ് കുറച്ച് പൈസ ഉണ്ടാക്കുക, ഫെയിം ഉണ്ടാക്കുക, നാട്ടുകാരെ തള്ളക്ക് വിളി കിട്ടിയാലും കുഴപ്പമില്ല, സ്വന്തം തന്തയ്ക്ക് വിളി കിട്ടിയാലും കുഴപ്പമില്ല, കുറച്ച് ഫെയിം ഉണ്ടാക്കുക. ഈ മൂടല്ലേ നീ? ഏത് മൂട്? ഓണം മൂട്. അവ ഇറങ്ങിയിരിക്കണം അനുമോൾ അച്ഛൻ കാലിന് മീതെ കാലിട്ടെന്ന്. അതുകൊണ്ട് അനുമോള് കരഞ്ഞു മെഴുകിയെന്ന്. ഇത് എടാ നീ എന്താ കൂടിയ സാധനം അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ, ഉള്ള കാര്യം പറയാം. സത്യം. നീ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അനുമോളുടെ അച്ഛൻ കാലിന് മീതെ കാലിട്ട്, അതായിരുന്നു അവൻ്റെ ആദ്യത്തെ പ്രശ്നം. ഇപ്പൊ പറയുന്ന അനുമോൾ കരഞ്ഞു മെഴുകി, അതാണ് പ്രശ്നം. പിന്നെ പേട്ടയോട്ട് സിനിമ കണ്ടില്ല, അതാണ് വേറൊരു പ്രശ്നം. വാവ്. ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്. ആടാ, ബുദ്ധിമോശമില്ലാത്ത ആർക്കാണെന്ന് വിവരമില്ലാത്ത തലയ്ക്ക് ബോധമില്ലാത്ത ആരാണെന്ന് ഇപ്പം മനസ്സിലായി. അത് നിന്റെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഏത് ഇവനൊക്കെ ഏത് യൂണിവേഴ്സ് എന്താ? എന്തായാലും ഇവൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത് ഈ ഫോട്ടോയാണ്. അനുമോളുടെ അമ്മയുണ്ട്, പിന്നെ ഭുവന്റെ അമ്മയാണോ എനിക്കറിയില്ല, അവരാണെന്ന് തോന്നുന്നു. പിന്നെ അനുമോളുടെ സഹോദരിയും ഹസ്ബൻഡും കൊച്ചും അനുമോളും. ഡോണ് നീ എന്നോട് സീന് നീ തൊട്ടാലെ സീന്. മാസമായിട്ടിരിക്കണ്ട ഒരു പിക്കടാ.
എടേ എന്തുവാടാ ഡേയ് മൊണ്ണേശ്വര എന്തുവാ? ഇനിയിപ്പോൾ അനുമോളുടെ അച്ഛൻ ഈ കാലെടുത്ത് തോളി വയ്ക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, യോഗയൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് അവൻ്റെ പ്രശ്നം. അനുമോൾ അച്ഛൻ കാലിന് മീതെ കാല് വെച്ചെന്ന് അറസ്റ്റ് ചെയ്യണം, ഉടനെ അറസ്റ്റിലേക്ക്. വേറെ ഇത് എവനാടാ എടാ ഈ വച്ചേക്കുന്ന താടിയുടെ ഒരു വിലയെങ്കിലും കൊടുറാ. ഒരു ക്വാളിറ്റി ഇല്ലല്ലോടാ നിനക്ക്. ഇതവനെന്താ ഇവനൊക്കെ. എന്തായാലും അനുമോൾ ഇതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനല്ലേ ഇരിക്കുന്നത്, നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ കയറി ഇരിക്കുന്നത്. സന്തോഷമായോ? തന്തയ്ക്കുള്ള കിട്ടിയപ്പോൾ നിനക്ക് സമാധാനമായടാ കുട്ടാ. ഡേയ് ഫ്രഞ്ച് ജെട്ടിത്താടി, സന്തോഷമായ തന്തയ്ക്കുള്ള കിട്ടിയപ്പം? എങ്ങനെ സെറ്റായില്ലേ? അതിൻ്റെ ഒരു കുറവ് എനിക്കുണ്ടായിരുന്നു. അതായത് അനുമോളുടെ അച്ഛനല്ലേ ഇരിക്കുന്നത്, നിന്റെ അച്ഛനല്ലല്ലോ. നിന്റെ അച്ഛൻ ഇരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് അച്ഛാ കാല് മാറ്റി വിട്, അച്ഛൻ ബാറ്ററി കേട്ടാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. സ്വന്തം തന്ത കയറി ഇരുന്ന അങ്ങനെ അന്ന് പറഞ്ഞേക്ക്. കാര്യങ്ങളൊക്കെ പിടികിട്ടില്ല. രാഷ്ട്രോക്സ് കമന്റ് ചെയ്തിട്ടുണ്ട്, ഇതിനെയൊക്കെ പറയുക അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കൂടെ പിടിക്കും. സുനിത പ്രമോദ് 14333. സുനിത ചേച്ചിയും പക്കാ സപ്പോർട്ട്. കാലിന് മീതെ കാലിട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണൂല, അല്ലെങ്കിൽ കിട്ട് കാണിച്ചു തരാം. തെല്ലത്തിന് ഇതെന്തുവാണ്, ഏതവനാണ് ഇവനൊക്കെ. അവളാണെങ്കിൽ നൈസായിട്ട് തന്തയ്ക്കും വിളിച്ചിട്ട് പോയി. 4621 ലൈക്ക് അവക്കുണ്ട്. ഇവൻ്റെ വീഡിയോക്ക് പോലും അത്ര ലൈക്ക് ഇല്ല സത്യം. അവളെ കമൻറ്റിനുണ്ട് ആ ലൈക്ക്. തന്തയ്ക്കുള്ള കിട്ടിയ സമാധാനമല്ല. ഇനി ഇതിന് ശേഷം ഇവൻ്റെ വൈഫാണെന്ന് തോന്നുന്നു കേട്ടാ, നല്ല ക്യൂട്ടാ. അവർ കൊള്ളാം. എന്തായാലും രണ്ടുപേരും കൂടി വന്നിരുന്ന് മെഴുകുന്നുണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. വിശദമായിട്ട് സംസാരിക്കാൻ ഒരുപാടുണ്ട്. പാട്രിയോട്ടും കൊണ്ട് വന്നിരിക്കണവൻ അവളെ അച്ഛൻ ഇരിക്കൂടാ, കാലിന് മീത കയ്യാക്കിട്ടിരിക്കും. നിനക്കെന്താ? നിന്റെ തന്ത ഇരിക്കുമ്പോൾ നീ പോയി പറയടാ അച്ഛൻ ബാറ്ററി കെട്ടാണ്, നമുക്ക് ഇരിക്കാൻ പറ്റൂല ഇത് എന്ന് അപ്പോഴും പറഞ്ഞത് കേട്ടാ. മൊണ്ണേശ്വരന്മാരെ കൊണ്ട് തോറ്റ്. എന്തായാലും നിന്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ വൈഫാണോ അതോ സിസ്റ്ററാണോ? എന്തായാലും അവർ കൊള്ളാം. അവർ പറയുന്നത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. ഹിമാലയൻ വണ്ടറാ നീ? വണ്ടർ ആദ്യം പറ, എന്നിട്ട് ഞാൻ പറയാം. ഈ ഒരു വീഡിയോയോട് കൂടിയെങ്കിലും നമ്മുടെ ക്ലാരിഫിക്കേഷൻ പറച്ചിൽ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം നിന്റെയൊക്കെ ഒടുക്കത്തെ ക്ലാരിഫിക്കേഷൻ, ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ തരാണെങ്കിൽ എൻ്റെ അമ്മച്ചിയാണ്, എനിക്ക് ക്ലാരിഫിക്കേഷൻ ഒന്നും തൃപ്തി വരില്ല. നിന്റെ അടുത്തിരിക്കണ എന്ത് സാധനം അടിച്ചിട്ടാണ് ഈ കാലിന് മീതെ കാലിട്ടിരിക്കണം ഭയങ്കര വിഷയമാക്കിയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറുണ്ട് കാലിന് മീതെ കാലിട്ടിരുന്ന് കഴിഞ്ഞാൽ അച്ഛന് ദോഷം വരാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അനുമോളുടെ അച്ഛൻ ഇനി വേറൊരു അച്ഛനില്ലല്ലോ, മീൻസ് അവർ മരണപ്പെട്ടു പോയിക്കാണല്ലോ, കാലം കഴിഞ്ഞില്ലേ, ഇപ്പോൾ ഇവർക്ക് തന്നെ നല്ല ഏജൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങേരാണ് ആ ഫാമിലിയിലെ ഏറ്റവും മൂത്ത ആള്. അപ്പോൾ ആ വ്യക്തി കാലിന് മീതെ കാലിട്ടിരിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല കേട്ടാ, ഇരിക്കട്ടെ. എനിക്ക് ഈ കാലിന് മീതെ കാലിട്ടിരിക്കുന്നത് സ്വന്തം അച്ഛന് കേടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അറിയാണ്ടിട്ടിരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അറിയാണ്ട് കാലിന് മീതെ കാല് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണൊക്കെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാലിന് മീതെ കാലിട്ടിരിക്കും. പെട്ടെന്ന് അച്ഛൻ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും, ഞാൻ അത് മാറ്റും. അങ്ങനെയാണ് അത്. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ കാലിന് മീതെ കാലിട്ടിരിക്കും. അത് നമുക്ക് കാലിന് മീതെ കാലിട്ടിരിക്കുമ്പോൾ ഒരു സുഖമാണ്, പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഇരിക്കാറുണ്ട്. അത് തെറ്റാണ്, എനിക്കറിയാം. ഈ പറയുന്ന പോലെ എൻ്റെ പ്രായത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്, എനിക്ക് അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന കാല് കത്തിയിടും, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ കാല് കത്തിയിടും കേട്ടോ. അല്ലാതെ അപ്പം കാലിനടുത്ത് തോളി വെച്ചുകൊണ്ടിരിക്കില്ല. നിന്റെയൊക്കെ പാട്രിയോട്ടും സെറ്റപ്പും കൊണ്ടുവന്നിരിക്കണം പണ. ഈ ഒരു വീഡിയോയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു 3-4 ഷോർട്സിൽ എന്തൊക്കെയാണോ ഇൻക്ലൂഡ് ആയത് അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഇവൻ ഇങ്ങനെ ഇരിക്കുന്നു, ഈ ഇരിപ്പേ ഉള്ളൂ, ഡമ്മിയാ. ഏത് സാധനമാണോ നീ ഒന്ന് അടിച്ചത്? പറഞ്ഞാടാ പ്ലീസടാ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയുണ്ട്, ചോദിച്ചതാ. കമന്റ്സ് ആണോ വന്നത്, അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചായിരുന്നു എന്താണ് പ്രശ്നം, എങ്ങനെയാണ് അതിനോട് മറുപടി പറയാൻ ഒരു കാരണം ഉണ്ടായതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങള് കാരണം ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവൻ വെച്ചിട്ട് 43 എപ്പിസോഡ് ഇവൻ ഇറക്കും. അതിന്റെ റീസൺ ഇത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇവനെ എടുത്ത് വെച്ച് കണ്ടന്റ് ആക്കുന്നില്ല. എനിക്ക് അരി വാങ്ങാനും എനിക്ക് കാശ് കിട്ടാനും തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ എത്തിക്സ് ഞാൻ വിളിച്ചു പറയും, അത്രേ ഉള്ളൂ, അതുള്ളൂ അക്ഷരം. പിന്നെ ഇത് വെച്ചിട്ട് എപ്പിസോഡിന് കണക്കിന് ഇവൻ കുടുംബക്കാരെയും വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടിരുത്തി വരും. കാരണം ഇത് വെച്ച് അവന് റീച്ച് ആവാനുള്ള നല്ല ഒന്നാം തരം സ്പഷ്ട മറ്റേ എടുത്ത പരിപാടിയാണ്. അതവൻ കാണിക്കുന്നുണ്ട്, നമ്മളും കാണിക്കുന്നുണ്ട്. ഓക്കേടാ കുട്ടാ. കണ്ടുപിടിച്ച് നിങ്ങൾ റീച്ചിന് വേണ്ടി വീഡിയോസ് ചെയ്യല്ലേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് റീച്ചിന് വേണ്ടി അല്ലാണ്ട് നീ പുണ്ണാക്ക് ഉറക്കാനാടാ വീഡിയോ ചെയ്യുന്നത്? ഒറ്റയ്ക്കിരുന്ന് കാണാനാണ്, ഒറ്റയ്ക്കിരുന്ന് ഇട്ടാ പോരാടാ നീ. എന്ത് വേടാ തേങ്ങ അരിമാവും കലവും? റീച്ചിന് വേണ്ടി അല്ലാന്നുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടാ. അല്ല വേറെ മാറ്റമൊന്നുമില്ല. അല്ല എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കാണാനില്ല കോപ്പ്. എല്ലാത്തിനും കൂടി ഒരു മറുപടി ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ
വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങള് ഒരു വീഡിയോ ഇട്ടിരുന്നു അനുമോളുടെ വിവാഹ ഫോട്ടോ. അതിനകത്ത് അവളുടെ അച്ഛൻ ഇങ്ങനെ കാലുമേ കാൽ വെച്ച് ഫ്രണ്ടിൽ നടുക്കിരിക്കുന്ന ഒരു ഫോട്ടോ. അതിന്റെ പുറകിലെല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോ തോന്നിയ ഒരു പാട്രിയാർക്കൽ സിംബൽ ആണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം അത് ഷെയർ ചെയ്യുകയുണ്ടായി. പക്ഷെ അത് ഷെയർ നിങ്ങൾ എന്റെ വീഡിയോ കാണുമ്പോൾ പറയും പാട്രിയോട്ടിക് സിംബൽ എന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടെന്ന് നീയൊക്കെ പറയൂടെ. എനിക്കറിയാടേ, നമുക്ക് എന്തിനെന്ന് അറിഞ്ഞൂടെന്ന് നീയൊക്കെ പറയും. ഓ നിനക്ക് ഓരോ ഇല്ലാത്തോണ്ടാണ്. എന്ത് മാങ്ങാത്തൊലിയാലും അവരുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം. പിന്നെ അങ്ങനെ കാലിന് മീത കയ്യെ എടുത്തിടും. നിനക്കെന്താ അവന്റെ പാട്രിയോട്ടിക് സിംബലും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞാല് ഇൻസ്റ്റയുടെ കമന്റ് ബോക്സ് പിന്നെ ബാഹുബലി 4 ഇറങ്ങാൻ പോയി. ഫ്ലഡ് ചെയ്യാണ് നെഗറ്റീവ് കമന്റ്സും ഉണ്ട് കേട്ടോ. അപ്പൊ അത് ആദ്യമായിട്ടല്ല നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് ഫ്ലഡ് ചെയ്യുന്നല്ല. ഇവൻ മൊണ്ണത്തനം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ താരാട്ടണോ? വാവേ നിന്നും മകൾ സമ്മാനം എന്ന് പറഞ്ഞ എടുത്ത് ആട്ടണോ? മണ്ടത്തരം പൊട്ടത്തനം വിളിച്ചു പറഞ്ഞാൽ നാട്ടുകാരെ എടുത്ത് പൊങ്കാലയിടുക. അവന്റെ പാട്രിയാട്ടും കൊണ്ട് ഇറങ്ങിയിരിക്കണവൻ. എടാ നിനക്ക് റീച്ച് ഉണ്ടാക്കണമെങ്കിൽ നീ കണ്ടന്റ് ചെയ്യ്. എന്നിട്ട് അത് അന്തസ്സായിട്ട് പറ ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് അനുമോളെ ചൊറിഞ്ഞത് അങ്ങനെ പറ. അല്ലാണ്ട് ചുമ്മാ വെടല വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. കമന്റ്സ് കൊണ്ട് അങ്ങനെ ഫ്ലഡ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരുപാട് കമന്റ്സ് വരുന്നു. ഒരുപാട് എന്റെ പൊന്നോളെ നിന്നെ കണ്ട അത്യാവശ്യം കൊള്ളാം. അവന്റെ കൂടെ വന്നിരുന്ന് തള്ളക്കുകളി ഷെയർ വാങ്ങിച്ചിട്ട് പോവാതെ. അവന്റെ ആരാണെന്ന് എനിക്കറിയില്ല. സിസ്റ്ററാണോ ഇനി വൈഫാണോ അറിയില്ല, ഇനി അയൽവാസിയാണോ അറിയില്ല. എന്തായാലും അവൻ്റെ കൂടെ വന്നിരുന്ന് തള്ളക്കൾ ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോകല്ലേ എനിക്കത്തെ പറയാനുള്ളത്. ഫ്രീ ആയിട്ടൊരു ഉപദേശം. കാണാൻ നല്ല രസമുണ്ട്. മര്യാദ ഒതുങ്ങിയിരുന്നുണ്ട്. പക്ഷെ പറ്റൂല അല്ലേ? പറ. തെറികള് വരുന്നു, ഒരേപോലത്തെ ഒരുപാട് കമന്റ്സ് വരുന്നു. എന്താണിത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. പല അക്കൗണ്ടുകൾക്കും പേര് പോലും ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ മെസ്സേജസ് വരുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, 28 കെട്ടി കൊടുത്തിട്ട് പേര് വിട്ടിട്ട് വാ അക്കൗണ്ടുകൾക്ക്. പ്രശ്നം തീരുമല്ലോടാ. നിനക്കെല്ലാം പ്രശ്നമാണല്ലോടാ. നിനക്ക് പ്രശ്നമില്ലാത്തൊന്നുമില്ലടാ. അതിനുശേഷം അനുമോൾ വരുന്നു. അനുമോൾ അതിനകത്തൊരു കമന്റ് ഇടുകയുണ്ടായി. അപ്പൊ പിന്നെ അവളെ തന്തയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തന്ത ഒന്ന് കമന്റ് ഇടുവോ? അവളല്ലേ ഒന്ന് കമന്റ് ഇടുവോ? എന്ത് വേടേ ചുമ്മാ ഇരിക്കുന്ന അവളെ തന്തയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവള് പിന്നെ കുഴപ്പമില്ല എന്റെ തന്തയ്ക്കല്ലേ പറഞ്ഞത്. അവളൊന്ന് നൈസായിട്ട് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് സന്തോഷം. അനുമോളെ നീയാണ് കിടിൽ. നമ്മളും അനുമോളും അതിനെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇതിപ്പോ അനുമോളുടെ ലൈഫിനെതിരെയുള്ള വിമർശനമൊന്നും അല്ല. ജസ്റ്റ് വായി തോന്നിയത് വിളിച്ച് പറയുമ്പോൾ ആലോചിക്കണം നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാലിടുന്നു. എന്നിട്ട് അനുമോളെ ലൈഫിനെ ബാധിക്കുന്ന വിമർശനമൊന്നുമല്ല. ജസ്റ്റ് ഞാൻ എൻ്റെ അച്ഛൻ്റെ പെട്രിയോട്ടിക്ക് പെട്ടിയും കൊണ്ടുവന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ പിന്നെ പറഞ്ഞ മൂട് പിടിക്കല്ലേ മോളെ. നാട്ടുകാർ പൊങ്കാല ഇടുന്നുണ്ടെങ്കിൽ അതിൽ അർഹതപ്പെട്ട ആദരവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ചോദിച്ചോണ്ടിരി. ആ ഫോട്ടോയിൽ കണ്ട ഒരു പാട്രിയാർക്കൽ സിംബലിനെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ അത് മാത്രമല്ലല്ലോടി നീയൊക്കെ പറഞ്ഞത്. എടാ ഇവൻ പറഞ്ഞത് അരിമോള് കനഞ്ഞോണ്ടിരിക്കണമെന്ന്. എന്താന്ന് കണഞ്ഞോണ്ടിരിക്കണം. കരഞ്ഞ് ഓക്കെ. അപ്പൊ നിനക്ക് പുച്ഛുവാ. പിന്നെ ഞാൻ പണയണില്ല, പണയാം. പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. പാക്കത്താണ് പറയുന്നത് ഗാളിയോട് ആട്ടത്തെ. പിന്നെ ഇനിയിപ്പോൾ ഹാക്കായെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഹാക്കായ തിരിച്ചെടുക്കണം. അതിന് ടെക്നിക്കൽ പരമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ അനുമോളാണ് ഹാക്ക് ചെയ്തതെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. ഇനി അവളെ ഹാക്ക് ചെയ്തെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇമാതിരി അപരാധം വിളിച്ചു കഴിഞ്ഞാൽ ഹാക്കല്ല, വീട്ടിൽ കയറി ഇടിക്കേണ്ട പരിപാടിയാണ് കേട്ടാ. പറയുന്നതിൽ ഒരു എത്തിക്സ് വേണം. അല്ലാതെ എന്ത് വായി തോന്നി തന്തയില്ലായ്മ വിളിച്ച് പറയരുത്. അത് മോശമാണ് കേട്ടാ. അവളെ അച്ഛൻ കയറി കാലിന് മീത കാലിട്ട് കഴിഞ്ഞാൽ നിനക്കെന്താ ചൊറിയണം? നിനക്ക് പിടിച്ചില്ലെന്ന് നിന്റെ അടുത്ത് എന്താ പെണ്ണാലോചിക്കാൻ പറഞ്ഞില്ലല്ലേ? പിന്നെ നിനക്കെന്താ പിടിക്കാത്ത ഷിറ്റ് അല്ലേ? ഇപ്പൊ എന്തായാലും നീ വിചാരിക്കും ഉള്ളതിൽ ഏറ്റവും മ്ലാച്ചകരമായ റിയാക്ഷൻ വീഡിയോ എന്റേതായിരുന്നു. കുഴപ്പമില്ല, ഇരിക്കട്ടെ. നിനക്ക് ഇതേ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ റിപ്ലൈ തരുന്നത്. പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോ അനുമോള് മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോളും അത് വിട്ടിട്ടില്ല, സംഭവം വിട്ടിട്ടില്ല. പിന്നെ അവളെ തന്തയെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്ത് ചെയ്യണമെന്ന്? എന്റെ തന്തയെ പറഞ്ഞാൽ ഞാൻ നിന്നെ പച്ച തന്തയ്ക്ക് തിരിച്ചു വിളിക്കും. അത്രേ ഉള്ളൂ, കൺഫേം. അവളെ അച്ഛൻ കാലിന് കാലിട്ടോ പ്രശ്നം. മറ്റേ ആഗോള താപന പ്രശ്നം കേന്ദ്രത്തിൽ പരാതി കൊടുക്കണം. അനുമോളുടെ അച്ഛൻ കാലിന് കാലിട്ട് കൊണ്ടുപോടാ കട്ടോടാ. അതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ അനുമോളാണ് ഹാക്ക് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതാണ് അതിന്റെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നത്.
ആണോ മോളെ? സ്റ്റെപ്സ് അതായിരുന്നാ? എനിക്ക് മാറി അവിടെ ഇറങ്ങിയിരുന്ന് കരയി കേട്ടാ. സ്റ്റെപ്സ് അതായിരുന്നു. ഇനി നൈസായിട്ട് കൊണ്ട് അനുമോളെ നെഞ്ചത്തങ്ങ് വെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞാൽ അനുമോളെ ഹാക്ക് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ സ്റ്റെപ്സ് ഇതായിരുന്നു. അനുമോൾ സഹിച്ചു, ഉടനെ ഹാക്കായി. പിന്നെ അവളെ ഹാക്ക് ചെയ്തില്ലെങ്കിൽ അവളെ ഹാക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണേ. എന്ത് പാടേ നീ? അപ്പൊ ഹാക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യാത്തത്, കാലിന് മീത കാലിടാത്ത അച്ഛൻ നിനക്കുണ്ടല്ലോ, പോയി ചോദിക്കാത്തത് എന്ത് ചെയ്യണമെന്ന്. പോയി കാരണം അത്രയും വലിയ ഒരു സെലിബ്രിറ്റിയെ നമ്മൾ ഇനിയും പറഞ്ഞിട്ടാണോ നമുക്ക് ഇങ്ങനൊരു ഇത് വന്നത് എന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ഡാർക്ക് പെട്ടെന്നൊരു ഡാർക്ക് ആയി പോയി. അനുമോളാണോ ഇത് ചെയ്തത്, അനുമോളുടെ PR ടീം ആണോ ഇത് ചെയ്തത് എന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചു. എടാ നിന്നെയൊക്കെ പോലെ ഉള്ളത് കുറെ എണ്ണം ബിഗ് ബോസ് ആയിരുന്നപ്പോഴേ തുടങ്ങിയതാ. പിയാണ് ഓക്കെ, ഇന്നൊന്നും തുടങ്ങിയൊന്നുമല്ല, നേരത്തെ തുടങ്ങിയ പരിപാടിയാ. പിയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് PR ടീമുകൾ. പിന്നെ അവർക്ക് വേറെ പണിയൊന്നുമില്ല നിന്റെ കൊണച്ച അക്കൗണ്ട് പിടിക്കാൻ. കാരണം ഞങ്ങൾ രണ്ടുപേരും 2 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വീട്ടിലുള്ളപ്പോ മിക്കപ്പോഴും പുള്ളിക്കാരി വർക്കിങ്ങിലായിരിക്കും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലേക്ക് എത്തത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് പാനിക്കായി പോയി. അത് കാരണം തന്നെ ഒരുപാട് വീഡിയോസിലോട് എനിക്ക് വരേണ്ടി വന്നു. കാരണം എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ. അപ്പൊ അങ്ങനെ വീഡിയോസ് ഇടുന്നതാണ്, അല്ലാണ്ട് അതെ പറയാനുള്ള എനിക്ക് പറയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പിസോഡ് കണക്കിന് അനുമോളുടെ പേരിൽ വീഡിയോ ഇറക്കാം. അല്ലാണ്ട് വേറെ റീച്ചൊന്നും നമുക്ക് വേണ്ട, കാശൊന്നും നമുക്ക് വേണ്ട. നമ്മൾ സമൂഹ സേവനമാണ് ഇവിടെ ചെയ്യുന്നത്. അനുമോളുടെ അച്ഛൻ കാലിന് మీద കാലിട്ടിരുന്നത് ആഗോള പ്രശ്നമാണ്. നമുക്ക് സമൂഹ സേവനമാണ് മെയിൻ. ചേച്ചി പോടെ, നമ്മളിവിടെ ഇരുന്ന് കൊണയടിക്കുന്നത് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. കാശ് പണം ദുട്ട് മണി നൈറ്റിലെ കൊടപ്പിടിക്ക് രാവിലെ വെയിലടിക്കും. കാശ് പണം ദുട്ട് മണി ഒറ്റ ഇന്റൻഷൻ. പിന്നെ എത്തിക്സ് അത് കാണിക്കും കേട്ടാ. ഒരിക്കലും റീച്ച് എത്താനോ നമ്മൾ പൈസക്ക് വേണ്ടിട്ടോ അല്ല. പിന്നെ അതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ കുറെ മണിക്കൂറുകളത്തേക്ക് നമ്മൾ ആ ദിവസം അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ശരിയൊരു റിയാക്ഷൻ വീഡിയോ ഇടാം എന്നുള്ള രീതിയിൽ പിന്നെ ഇട്ടത്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയി. അപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയെന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ ഒരുപാട് കമന്റ്സിന്റെ ഫ്ലഡിങ് ഉണ്ടായി. അപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് പറയുന്നത് അല്ല, അതൊക്കെ ഇരിക്കട്ടെ. ഈ വിവരം കേട്ടോ വിവരക്കേട് വിളിച്ചു പറഞ്ഞതിനെ പറ്റി മോക്ക് എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? കെട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ടല്ലേ? ആ വിവരക്കേട് വിളിച്ചു പറഞ്ഞവനെ പറ്റിയിട്ട് എന്തെങ്കിലും പറ, 2 വാക്ക്. പാട്രിയോട്ടിക്കാന്ന് നമുക്ക് ഇത് അറിയണം. എന്താണ് നമ്മുടെ ജോലിയെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദത്തിൽ എന്തിനാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞതെന്നും. കാരണം ഈ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ആയെന്ന് പറഞ്ഞിട്ട് ഇടുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് അതിനകത്ത് കമന്റ് ഇടും. അത് അനുമോളിൽ ഉൾപ്പെടെയുള്ള നന്നായി പോയി എന്നൊക്കെയുള്ള രീതിയിൽ അതൊക്കെ ഇത് തന്നെ വേണം. അത് ഒരിക്കലും ഒരാൾക്കൊരു ദുർഗതി വരുന്നത് നല്ലതാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. മറ്റേ എടുത്ത പരിപാടി മറ്റേ എടുത്ത വർത്താനം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ ചിലപ്പോൾ അത് പറയും. ഓക്കെ, അപ്പോഴും പിന്നെ കുഴപ്പമൊന്നുമില്ല, അർഹതപ്പെട്ടാത്തവരാണ്. എൻ്റെത് ഹാക്കൊക്കെ ആയിട്ടുണ്ട്, നമ്മളെ തിരിച്ച് പിടിച്ചിട്ടുണ്ട്, കുറച്ച് കാശ് കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ വിഷമം എനിക്ക് മനസ്സിലാവും, ഹാക്ക് ആകുമ്പോൾ ഉള്ള വിഷമം എനിക്കറിയാം. പക്ഷെ മണ്ടത്തരം പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് ഇരുന്ന് മെഴുകരുത് കേട്ടാ, മെഴുകൽ സ്റ്റാർസേ. ആരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത് നല്ല കാര്യമല്ല. കാരണം നമ്മുടെ ഡേറ്റാസ് ഉണ്ട്, പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട്, ഇമെയിൽ അഡ്രസ് ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ഹാക്കിംഗ് നടക്കാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ഒരു പേഴ്സണൽ ഒരു പ്രൈവസി മോഷണം നടക്കുന്നു. അത് തന്നെ ഒരു വീട്ടിൽ ഒരാൾ മോഷണം ചെയ്താൽ നമ്മുടെ ശത്രുവിന്റെ വീട്ടിലൊരു മോഷണം നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലതാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ആളിനോടുള്ള ദേഷ്യം കൊണ്ട് അത് നല്ലതായി പോയി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതേപോലെ ഒരു ഓക്കെ, നിന്റെ ഹാക്ക് പൂക്കായത് നല്ലതല്ല, ശരി. നീ പറഞ്ഞ വർത്തമാനം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. ഷൊണ്ണത്തന്നെ വിളിച്ച് പറഞ്ഞില്ലടാ അനുമോളുടെ അച്ഛൻ കാലിന് മീതെ കാലിട്ടിരുന്ന പ്രശ്നമെന്ന്. അതിനെ പറ്റിയിട്ട് നിനക്കൊരു തേങ്ങയും പറയാനില്ലേ? മെഴുകണമായി ഹാക്കായത് പോലും. അതിനിപ്പോ കാര്യമാണ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. സ്റ്റിൽ നമുക്ക് ഈ അക്കൗണ്ട് റിവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന നാളെ എന്തെങ്കിലും സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ നമ്മൾ സൈബർ ക്രൈമിലും അതുപോലെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട്. നാളെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്നലത്തെ ആ വീഡിയോ ഇപ്പൊ ഞങ്ങളുടെ ജോലിയെ കുറിച്ചും പഠനത്തെ കുറിച്ചും ഒക്കെ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ട വീഡിയോയുടെ കാരണം അനുമോൾ ഉൾപ്പെടെ ഉള്ളവർ വന്ന് പറഞ്ഞത് ജോലിക്ക് പോകൂളെ അല്ലെങ്കിൽ ജോലിക്ക് പോകും, നിനക്ക് വേറെ പണിയൊന്നുമില്ല, പണിയെടുത്ത് ജീവിക്കും, വീഡിയോ മേക്ക് ചെയ്ത് ജീവിക്കാതെ എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് ആ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ മേക്ക് ചെയ്തല്ല നമ്മൾ മണി അല്ലെങ്കിൽ ഇതിനകത്ത് മോണിറ്റൈസ് ആയ ചാനലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിനകത്തുള്ള ഒരു മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ടല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. പിന്നെ ഒരു കാര്യം ചെയ്യടേ, ഈ കുറെ എണ്ണത്തിന്റെ തള്ളുണ്ട് എനിക്ക് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും. ഞങ്ങൾ ഇതിന്റെ വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നത്, നമുക്ക് ഇതിന്റെ കാശല്ല, നമുക്ക് വേറെ ജോലിയുണ്ട്, നമുക്ക് ഇതിന്റെ മോണിറ്ററി ബെനിഫിറ്റ് മോണിറ്റൈസേഷൻ ആണ്. പിന്നെ എന്നാ കീരവത്തിന് ഓണാക്കിയിട്ടിരിക്കണം, ഓഫ് ചെയ്തിട്ടിരുന്ന വീഡിയോ കാശിന് വേണ്ടി തന്നെയല്ലേ വീഡിയോ ഇടുന്നത്. ഓക്കെ, ഈ കാശ് ഇതിന്റെ പൈസ കൊണ്ടല്ല ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കിട്ടുന്ന കാശ് എന്തോ നീ പറത്തി കളയോ അല്ലെങ്കിൽ കീറി കളയോ കത്തിച്ചോളോ? ഇല്ലല്ലോ.
അതുകൊണ്ട് വായ്ത്താവടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കണം കേട്ടോ. കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നുള്ള കാശ് കൊണ്ട് തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, സംഭവം ക്ലിയർ ആയില്ലേ? അത്രേ ഉള്ളൂ. ഇന്നലത്തെ ആ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ച് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് പാട്രിയാർക്കിക്ക് അഗേൻസ്റ്റ് ആയിട്ട്, ടോക്സിസിറ്റിക്ക്, മസ്കുലിനിറ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട്, അതുപോലെ നന്നായി ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന അറിയാമായിരിക്കും. അപ്പൊ അതിനെ ഊന്നി പറയുക, കുറച്ച് പേർക്കെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ, നമുക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പണ്ട് ലക്ഷ്മിപ്രിയെ കുറെ കളിയാക്കി, അതിന് ലക്ഷ്മിപ്രിയ അങ്ങനെ ആക്കി വിട്ടു, ലക്ഷ്മിപ്രിയ അതിനെതിരെ പ്രതികരിച്ച് വിട്ട ടീമാണെന്നൊക്കെ. അത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് തന്നെ, ലക്ഷ്മിപ്രിയ ബിഗ് ബോസിലൂടെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പുരാതനമായിട്ടുള്ള ഒരു കുലസ്ത്രീതരം അല്ലെങ്കിൽ പാട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് രീതികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഞങ്ങൾ അന്ന് ആക്ട് ചെയ്തിട്ട്. അപ്പൊ നിന്റെയൊക്കെ ആക്ടിന്റെ കുറവ് കൂടി ഇനി ഉള്ളു. അയ്യോ, പാട്രിയോട്ടിക് മമ്മൂക്ക ഇത് അറിയണം കേട്ടാ, പണി പാലും വെള്ളത്തില. വെറുതെ ഒരു ഫണ്ണായിരുന്നു. ചില ആൾക്കാർ പറയുന്നു ലക്ഷ്മിപ്രിയ സ്പൂഫ് കണ്ടിട്ടാണ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തത്, ഇപ്പോൾ അനുമോളുടെ കാര്യം കാണുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നത് പറയുന്നു. പക്ഷെ അതിലൊരു വൈരുദ്ധ്യം ഉള്ളതെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയും നമ്മൾ സ്പൂഫിലൂടെ ഉദ്ദേശിച്ചത് തന്നെയാണ്. അവർ പറയുന്ന ടോക്സിസിറ്റി, അവരുടെ മൈൻഡിലെ വൈകല്യമുള്ള ചിന്ത. എന്റെ പൊന്നടാവേ, ഭയങ്കര ടോക്സിസിറ്റി തന്നെ നമ്മുടെ അനുമോളുടെ അച്ഛൻ ചെയ്തത്. ഭയങ്കര ടോക്സിസിറ്റി. കുറച്ച് ഇംഗ്ലീഷ് വാക്ക് കൊടുത്ത് അണ്ണാക്കി ജഗരിയും വെച്ച് ദുരി വെച്ചോണ്ടിരുന്നിട്ട് തുപ്പിക്കഴിഞ്ഞാൽ നീ മറ്റേ ബ്രിട്ടീഷുകാരി ആവത്തില്ല, നീ മറ്റേ ബ്രിട്ടീഷുകാരനാവത്തില്ല കേട്ടാ. ടോക്സിസിറ്റി ഷിഷിഷിച്ചി ടോമനമ്മേ തീപ്പട്ടി കൊള്ളി. ഫണ്ടിലുപരി അവരുടെ ആ മാനസികാവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഫണ്ടിന്റെ ഇൻസൈഡ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇങ്ങനെ പറയുമ്പോൾ റോ ആയിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫണ്ടിനകത്ത് ഫണ്ട് മാത്രമല്ലായിരുന്നു. ഈ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ സോഷ്യലി നിന്റെ തള്ളുകൾ കേൾക്കാൻ വേണ്ടി ഇവന്റെ ഹിമാലയൻ ബ്ലണ്ടറും അവന്റെ ക്ലിമലയൻ ബ്ലണ്ടറും ഒക്കെ ആയിട്ട് കുറേ അങ്ങ് തള്ളു, ഒരു മയത്തിലങ്ങ് തള്ളടെ. അനുമുള്ള അച്ഛൻ കാലിന് മീത കാലിന് മീത കയ്യ, ഇനി കാലിന് മീത കയ്യും കാലും ഒരുമിച്ചെടുത്തോ, ഇനി തോളിലെടുത്ത് കാലിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. നെക്കെന്തടാ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ ഇരിക്കുന്നതിൽ ഏറ്റവും മൂത്ത ആൾ അനുമുള്ള അച്ഛൻ ഒരു വലിയ സെറ്റപ്പിൽ ഇരിക്കുന്നുണ്ട്. നിനക്കല്ലോ കുരു പൊട്ടുന്നുണ്ടോ? എനിക്ക് മാറിയിരുന്നു ചൊരിഞ്ഞിട്ട് വലിച്ചെടുത്തത്. കഷ്ടോടാ നീയാണ്ട ടോക്സിക്ക്. കാലിന് മീത കാലിട്ട പ്രശ്നം ടോക്സിക്കടാ നീ മറ്റേ വേറെന്താ സാധനം പറഞ്ഞത്? പാട്രിയോട്ടിക്. ആ സാധനം നീയാണ്. ചിന്തിക്കടാ. കാലിന് മീത കാലിട്ട പ്രശ്നം. അവർ ഒരു സെറ്റപ്പിൽ അടിപൊളിയായിട്ടിരുന്ന് അവരുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്ത പ്രശ്നം. എന്നിട്ട് അവളുടെ വായിന്ന് നിന്റെ തന്തയ്ക്കുള്ളിൽ നീ കേട്ട്, എന്നിട്ട് നിനക്ക് സമാധാനമില്ലല്ലേ? ഒന്നും പറയാനില്ല, ഞാൻ പോണ്. ശരി, നമ്മൾ പറയാനുള്ള പറഞ്ഞേ, ഇനി നിങ്ങൾ പറ, ജനങ്ങൾ പറ. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.